ഞാൻ വീണ്ടും പറയാണ്, ഈ വർഷം A+കളുടെ എണ്ണം കുറയും, ഗ്യാരണ്ടി. പക്ഷെ ആദ്യം മുതലേ ഇതുപോലെ പഠിച്ച് എനിക്കൊരു മെസ്സേജ് വന്നു ഇന്നലെ വന്ന മെസ്സേജ് ഇങ്ങനെയാണ്. ഒരു മോനെ അയച്ച മെസ്സേജാണ്. സാറേ, ഞാൻ 7ാം ക്ലാസ് വരെ ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഞാൻ അത്യാവശ്യം ഉഴപ്പിയിട്ടുണ്ട്. അങ്ങനെ ഉഴപ്പിയത് കാരണം എനിക്ക് ഒരുപാട് മാർക്ക് കുറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് ഞാൻ ആദ്യം മുതൽ തന്നെ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചു. സാർ, എനിക്ക് അത്രയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അടിപൊളിയായിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഞാൻ എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് എനിക്ക് ഓണം എക്സാമിന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. ഇതുപോലെ ഫീൽ ഉള്ള ഒരുപാട് മക്കളുണ്ട്. മക്കളെ, നിങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റിസൾട്ടിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ നോക്കാം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. റിസൾട്ട് പതിയെ വന്നോളൂ കേട്ടോ. നമുക്ക് ഇനിയും സ്റ്റെപ്പുകളുണ്ട്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഓൺ എക്സാം ആണ്. അതിൽ കുറെ മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി. അത് ക്രിസ്മസ് എക്സാമിൽ വരുമ്പോൾ കുറെയൊക്കെ തീർക്കാം. എന്നിട്ട് ബോർഡർ എക്സാം ആകുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാം. ഫൈനൽ എക്സാമിൽ എന്ത് വില ഇട്ടാൽ നമ്മൾ A+ലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷ നിങ്ങൾ ഉള്ളിൽ കൊണ്ടുവെക്കാം. ബാക്കി നമുക്ക് നോക്കാം.